വെൽക്കം, തഹ്മാനാണ്. ജനറൽ അനസ്തെറ്റിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ വോളറ്റൈൽ ലിക്വിഡ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വോളറ്റൈൽ ലിക്വിഡ്സ് യൂസ്ഡ് ആസ് ജനറൽ അനസ്തെറ്റിക്സ്. പ്രധാന മരുന്നുകൾ ഹാലോതെയിൻ, ഐസോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറിൻ, സീവോഫ്ലൂറിൻ പോലെയുള്ള മരുന്നുകളാണ് പ്രധാനം. എങ്കിലും നമ്മൾ ഡൈഈഥൈൽ ഈഥർ അതിനെക്കുറിച്ചൊന്ന് പറയും. ദെൻ ഉപയോഗത്തിലില്ലാത്ത പ്രധാനപ്പെട്ട മരുന്നുകൾ ക്ലോറോഫോം, ട്രയലിൻ, മിത്തോക്സിഫ്ലൂറിൻ, എൻഫ്ലൂറിൻ, സൈക്ലോപ്രോപ്പൈൻ. സോ ഇവയെക്കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, അവസാനം ഒന്ന് പറഞ്ഞു പോകാം. ദെൻ ഹാലോതെയിൻ പല രാജ്യങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, അമേരിക്കയിലൊന്നും അവൈലബിൾ അല്ല. എങ്കിലും നമ്മൾ ഹാലോതെയിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യും. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈഥർ ചോദിക്കാറുണ്ട്, ഹാലോതെയിൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ മൂന്നെണ്ണമാണ്: ഐസോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറിൻ ആൻഡ് സീവോഫ്ലൂറിൻ. ആദ്യം നമുക്ക് ഡൈഈഥൈൽ ഈഥറിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവയിലേക്ക് പോകാം. സോ ഈഥർ ആസ് ആൻ അനസ്തെറ്റിക്, സോ ഇറ്റ് ഈസ് എ ഗുഡ് അനസ്തെറ്റിക് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ ഗുഡ് അനസ്തെറ്റിക് ആണ്. ഓക്കെ, അടുത്തത് ഇതിന് അനാൾജസിക് ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ്സ് എ ഗുഡ് അനാൾജസിക് ഓൾസോ. അനാൾജസി ഉണ്ടാക്കും. ഓക്കെ, അടുത്തൊരു ചോദ്യം വരുന്നത് വെദർ ഇറ്റ് ഹാസ് ഗോട്ട് മസിൽ റിലാക്സന്റ് ആക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. യെസ്, മസിൽ റിലാക്സന്റ് ആക്ഷൻസും ഉണ്ട്. സോ ആസ് ആൻ അനസ്തെറ്റിക് നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. അനാൾജസിക് ആക്ഷൻ ഉണ്ടോ, മസിൽ റിലാക്സന്റ് ആക്ഷൻ ഉണ്ടോ, അനസ്തീഷ്യ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. ന്യൂറോ മസ്കുലർ ബ്ലോക്കേഴ്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 1/3 അതിന്റെ ഡോസൊക്കെ കുറയ്ക്കാൻ വരെ പറ്റും. ദെൻ ഇതെല്ലാം നമ്മൾ അതിന്റെ ഗുഡ് ആക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൊള്ളാവുന്ന ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ. സോ റെസ്പിറേഷനിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ബ്ലഡ് പ്രഷർ, സോ ഇത് രണ്ടും മെയിൻറ്റെയിൻഡ് ആണ്. ഇനി വെദർ ഇറ്റ് സെൻസിറ്റൈസ് ടു അഡ്രിനാലിൻ എന്ന് ചോദിച്ചാൽ നോ. സോ നോട്ട് സെൻസിറ്റൈസ് ടു ADR. ADR ആയിട്ട് നോട്ട് സെൻസിറ്റൈസ്. ADR മീൻസ് അഡ്വേഴ്സ് റിയാക്ഷൻ അല്ല, അഡ്രിനാലിനാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടോ? നോ ഹെപ്പാറ്റോടോക്സിറ്റി, അതും ഇല്ല. ഇനി ക്ലോസ് സർക്യൂട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോഡ ലൈമായിട്ട് റിയാക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. നോ സോഡ ലൈം റിയാക്ഷൻസ് വിത്ത് ക്ലോസ് സർക്യൂട്ട്. ഇനി ഓപ്പൺ ഡ്രോപ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കും ഇത് സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, സേഫ് ആയിട്ട് കൈകാര്യം. സോ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് വേണം എന്നില്ല. സോ ഇത്രയും നമുക്ക് അത്യാവശ്യം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത് വളരെ പതിയെ മാത്രമേ പ്രവർത്തിക്കൂ. ആൻഡ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, ഇൻഡക്ഷൻ ഈസ് പ്രൊലോങ്ഡ് ആണ്, സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്, സ്ലോ ഓൺസെറ്റ് ആണ്. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജസ് ഓഫ് അനസ്തീഷ്യ എല്ലാം ഡിസ്ക്രൈബ് ചെയ്തത് എന്നും കൂടി ഓർക്കുക. ആൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ്, സോ അത് ഏകദേശം 12 ആണ്. സോ അതുകൊണ്ടാണ് ഈ ഇൻഡക്ഷൻ സ്ലോ ആവുന്നതും റിക്കവറിയും സ്ലോ ആവുന്നതും. സോ ഇൻഡക്ഷൻ ആൻഡ് റിക്കവറി രണ്ടും സ്ലോ ആണ്. ആൻഡ് ഓൾസോ ദിസ് ഇൻഡക്ഷൻ ഇത് വെച്ചൊന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺപ്ലസന്റ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അൺപ്ലസന്റ് ആണ്, സ്ട്രഗ്ലിംഗ് ഉണ്ടാക്കും, ബ്രെത്ത് ഹോൾഡിംഗ് പോലുള്ളവ ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹൈലി ഇറിറ്റന്റ് ആണ്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് സ്മെല്ലാണെങ്കിലോ, സ്മെൽ ഈസ് ഫംഗൻ സ്മെല്ലാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്മെല്ലാണ്. ആൻഡ് ദ ഡ്രഗ് ഈസ് ഓൾസോ എമറ്റിക്, എമറ്റോജനിക് പൊട്ടൻഷ്യൽ ഉള്ള മരുന്നാണ്. ദെൻ ഹൈ എമൗണ്ട് ഓഫ് സെക്രീഷൻസ്, ഉദാഹരണത്തിന് ലാരിഞ്ചൽ ആയാലും റെസ്പിറേറ്ററി ആയാലും സലൈവറി, ഇങ്ങനെയൊക്കെയുള്ള സെക്രീഷൻസ് ഒരുപാട് കൂടുന്നുണ്ട്. ചോക്കിംഗ് ഓഫ് റെസ്പിറേഷൻ ഉണ്ടാകും. ആൻഡ് ഇറ്റ് ക്യാൻ ഗെറ്റ് ആസ്പിറേറ്റ്, അത് ആസ്പിറേറ്റ് ചെയ്തിട്ട് ആസ്പിറേഷൻ ന്യൂമോണിയ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എയർവേ ബ്ലോക്കേജ് ഉണ്ടാകും. പക്ഷേ ഡ്രഗ് ആക്ച്വലി ഒരു ബ്രോങ്കോഡയലേറ്റർ ആണെങ്കിലും ചോക്കിംഗ് കൊണ്ടിട്ട് അതിന്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി ഇറിറ്റന്റ് ടു ബ്രോങ്കൈ. സോ ബ്രോങ്കിയൽ ഇറിറ്റന്റ് ആണ് ഡ്രഗ്. സോ അതുകൊണ്ട് നമുക്ക് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ്, അട്രോപിൻ, ഗ്ലൈക്കോപൈറോലേറ്റ് പോലുള്ളവ കൊടുക്കേണ്ടി വരും. ആൻഡ് അതിനുശേഷം അനസ്തീഷ്യയൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് അനസ്തെറ്റിക് നൗസിയ ആൻഡ് വോമിറ്റിംഗ്, അതെല്ലാം ഭയങ്കര കൂടുതലാണ്. റിക്കവറി ടൈം ഒരുപാട് വേണം എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്. ദ ഡ്രഗ് ഇസ് ഇൻഫ്ലെയിമബിൾ ആണ്, എക്സ്പ്ലോഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഇലക്ട്രിക് കോട്ടറീസ് ഒന്നും നമുക്ക് സർജിക്കൽ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് യൂസ്ഡ്. പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നില്ല, പല രാജ്യങ്ങളിലും മിക്കവാറും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ആസ് ആൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഗ്രൂപ്പ് ഫ്ലൂറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അതിൽ ഹാലോതെയിൻ ഉണ്ട്, ഐസോഫ്ലൂറിൻ ഉണ്ട്, ഡെസ്ഫ്ലൂറിൻ ഉണ്ട്, സീവോഫ്ലൂറിൻ ഉണ്ട്. സോ ഇതാണ് പ്രധാന മരുന്നുകൾ. ആൻഡ് ദിസ് ഹാലോതെയിൻ എന്ന് പറയുന്നത് സ്വീറ്റ് ആണ്. സോ ദിസ് ഹാവ് എ സ്വീറ്റ് ഓർഡർ. വൈൽ ഐസോഫ്ലൂറിൻ സ്വീറ്റ് അല്ല, ഗുഡ് സ്മെൽ അല്ല, ഇറ്റ് ഈസ് പങ്കന്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ പങ്കന്റ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ആണ്. ആൻഡ് സീവോഫ്ലൂറിൻ ഈസ് സ്വീറ്റ് ആണ് ആൻഡ് നോട്ട് ഇറിറ്റേറ്റിംഗ് അല്ല. സോ ഇത് കുട്ടികൾ, ഇൻഫൻസ്, ചിൽഡ്രനിലൊക്കെ ഗുഡ്, നല്ല അക്സെപ്റ്റബിലിറ്റി ഉള്ളതാണ്, ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. ഇനി നമുക്കിവിടെ മാക്, മിനിമം അൽവിയോളാർ കോൺസെൻട്രേഷൻ ആൻഡ് ഓൾസോ ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ് നോക്കിക്കഴിഞ്ഞാൽ ഹാലോതെയിൻ നോക്കുക 0.75 ആണ് മാക്, വയലറ്റ് ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഫിഷ്യന്റ് ഇസ് 2.3 ആണ്. ഐസോഫ്ലൂറിൻ ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ്, ആൻഡ് ദിസ് ഇസ് ലെസ് ആണ്. ആൻഡ് ഡെസ്ഫ്ലൂറിൻ 5.2 ആണ് മാക്, അതുകൊണ്ട് ലെസ് പൊട്ടന്റ് ആണ്. ദെൻ ദിസ് സോലുബിലിറ്റി
സോലിബിലിറ്റി അങ്ങനെയുള്ള കുറവാണ് 0.42. സോ ഇൻഡക്ഷനൊക്കെ റാപ്പിഡ് ആയിരിക്കും. സിയോഫ്ലൂറൈൻ ഇൻ ബിറ്റ്വീൻ ആണ്. ഐസോഫ്ലൂറൈന്റെയും ഡെസ്ഫ്ലൂറൈന്റെയും ഇടയിലാണ് മാക് ആൻഡ് ദിസ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ആണ്. സോ ഐസോഫ്ലൂറൈൻ അതാണല്ലോ ഏറ്റവും ഉപയോഗിക്കുക. ഐസോഫ്ലൂറൈൻ ഈസ് ലെസ് പൊട്ടന്റ് ബട്ട് ഇറ്റ് ഹാസ് റാപ്പിഡ് റിക്കവറി, റാപ്പിഡ് ഇൻഡക്ഷൻ ആൻഡ് റിക്കവറി ദാൻ ഹാലോതെയിൻ. അതിനേക്കാൾ റാപ്പിഡ് ഇൻഡക്ഷൻ ആൻഡ് റിക്കവറി കിട്ടും. ഹാലോതെയിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് കൊടുക്കുകയാണെങ്കിൽ 2.4% ഫോർ ഇൻഡക്ഷൻ കൊടുക്കേണ്ടി വരും ആൻഡ് 0.5 to 1% ഫോർ മെയിൻ്റനൻസിന് കൊടുക്കണം. ഐസോഫ്ലൂറൈൻ ആണെങ്കിൽ നമുക്ക് 1.5 to 3% മതി ആൻഡ് ഓൾസോ 1 to 2% ഫോർ മെയിൻ്റനൻസ്. ഡെസ്ഫ്ലൂറൈൻ ലോവർ സോലിബിലിറ്റി ആണ്, നമുക്ക് നോക്കി അറിയാം. മാക്ക് കൂടുതലാണ്. സോ ഇൻഡക്ഷൻ ആൻഡ് റിക്കവറി ഈസ് വെരി ഫാസ്റ്റ്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇൻഡക്ഷൻ ആൻഡ് ഓൾസോ റിക്കവറി ഈസ് വെരി ഫാസ്റ്റ്. സിയോഫ്ലൂറൈൻ ഇൻ ബിറ്റ്വീൻ ആണ്. സോലിബിലിറ്റി ഓഫ് ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഈസ് ഐസോഫ്ലൂറിനേക്കാൾ കുറവാണ്, പക്ഷേ ഡെസ്ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. സോ ഇൻഡക്ഷൻ ആൻഡ് ഓൾസോ റിക്കവറി ഈസ് ഫാസ്റ്റ് ആണ്, റാപ്പിഡ് ആണ്. ഹാലോതെയിൻ വെച്ച് ഇൻഡ്യൂസ് ചെയ്യാം, പക്ഷേ നമ്മളധികം അത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അധികം ഉപയോഗിക്കുക. പക്ഷേ ഇറ്റ് ഹാസ് ഗോട്ട് ഗുഡ് സ്മെൽ, സ്വീറ്റ് സ്മെല്ലായതുകൊണ്ട് ഇൻഡക്ഷനും പറ്റും. ഐസോഫ്ലൂറൈൻ പക്ഷേ ഇൻഡക്ഷൻ ഇതിന്റെ സ്മെല്ലൊരു പ്രശ്നമാണ്. സോ അധികവും മെയിൻ്റനൻസിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഐസോഫ്ലൂറൈൻ ആണ് ലോകത്തിലെ ഏറ്റവും അധികം മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന വോളറ്റൈൽ ലിക്വിഡ്. സോ ദിസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് അനസ്തെറ്റിക്, ലിക്വിഡ് അനസ്തെറ്റിക്, വോളറ്റൈൽ ലിക്വിഡ് അനസ്തെറ്റിക് ഇതാണ്. ഡെസ്ഫ്ലൂറൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെസ് പൊട്ടന്റ് ആണ്, മാത്രമല്ല അതിന്റെ ഓർഡർ ഒരു സുഖമില്ല, മണം പങ്കന്റ് ആണ് ആൻഡ് ഓൾസോ ക്യാൻ ഇറിറ്റേറ്റ് ദ എയർ പാസേജസ്, കഫിംഗ്, ബ്രെത്ത് ഹോൾഡിംഗ് ഒക്കെ ഉണ്ടാക്കാം. സോ നോട്ട് യൂസ്ഡ് ഇൻ ഇൻഡക്ഷൻ. ഇൻഡക്ഷന് ഇത് അധികം ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇതിന്റെ റിക്കവറി വളരെ സ്മൂത്ത് ആണ്. ദെൻ ഓറിയന്റേഷൻ, കോഗ്നിറ്റീവ്, മോട്ടോർ ഫംഗ്ഷൻ റിക്കവറി ഇതെല്ലാം വേഗത്തിൽ റിക്കവർ ചെയ്യും. സോ ഫോർ ഔട്ട് പേഷ്യൻസിന് ഇത് ഉപയോഗിക്കാം. ഡേ കെയർ സർജറീസിൽ നമുക്ക് ഉപയോഗിക്കാം. സോ അതിനൊക്കെ ആയിരിക്കും നമ്മൾ ഡെസ്ഫ്ലൂറൈൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഇൻഡക്ഷനും റിക്കവറിയും ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത് ഇതാണ്, സിയോഫ്ലൂറൈൻ ആണ്. അക്സെപ്റ്റബിലിറ്റി ഈസ് ഗുഡ്, നല്ല സ്മെല്ലും ആണ്. റിക്കവറീസ് ലൈക്ക് ഡെസ്ഫ്ലൂറൈൻ പോലെ തന്നെ റിക്കവറിയും കിട്ടും. സോ ഇൻഡക്ഷനും റിക്കവറിയിലും ഇൻപേഷ്യന്റിലും ഔട്ട് പേഷ്യന്റിലും ഒരേപോലെ ഉപയോഗിക്കാവുന്നത് നമുക്ക് ഇതാണ്. ഇനി എല്ലാത്തിനും സ്പെഷ്യൽ വേപ്പറൈസേഴ്സ് ഒക്കെ വേണം. ഇപ്പോൾ ഡെസ്ഫ്ലൂറൈൻ ആണെങ്കിൽ ഹീറ്റഡ് സ്പെഷ്യൽ വേപ്പറൈസർ വേണം. സിയോഫ്ലൂറൈൻ ഇറ്റ്സെൽഫ് കോസ്റ്റ് കൂടുതലാണ്. ദെൻ ഹൈ ഫ്ലോ ഓപ്പൺ സെമി ക്ലോസ് സിസ്റ്റംസ് ഒക്കെയാണ് വേണ്ടത്. ഫുള്ളി ക്ലോസ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ഓപ്പറേറ്റീവ് കോസ്റ്റ് കൂടുതലാണ്. മിക്കവാറും ഹൈ എൻഡ് ഹോസ്പിറ്റൽസിലാണ് നമ്മൾ സിയോഫ്ലൂറിനൊക്കെ ഉപയോഗിക്കുന്നത് കാണുക. നമുക്കിനി ഇവിടെ ആക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഹാലോതെയിൻ ഓൺ ദ ഹാർട്ട്, ഹൃദയത്തിൽ. ദിസ് കോസസ് ഡയറക്റ്റ് ഡിപ്രസന്റ് ആണ്. ഡയറക്റ്റ് ഡിപ്രസന്റ് ആക്ഷൻ ഓൺ ഹാർട്ട്. എന്തൊക്കെ കുറയും? ഒന്ന്, ഹാർട്ട് റേറ്റ് വിൽ ഡിക്രീസ്, ദെൻ കാർഡിയക് ഔട്ട്പുട്ട് വിൽ ഡിക്രീസ് ആൻഡ് ഓൾസോ BP, ബ്ലഡ് പ്രഷർ വിൽ ഫോൾ. ബ്ലഡ് പ്രഷർ എത്ര കുറക്കുന്നു വെച്ചാൽ ഒരു 20 to 30 millimeters ഓഫ് മെർക്കുറി എന്തായാലും താഴും. ഫോൾ ഇൻ BP ഉണ്ടാകും. ആൻഡ് അഡീഷണൽ ആയിട്ട് ഹാലോതെയിൻ ക്യാൻ കോസ് സെൻസിറ്റൈസേഷൻ ഓഫ് അവർ ഹാർട്ട് ടു കാറ്റക്കോളമീൻസ് ഓർ അഡ്രിനാലിൻ. സോ അഡ്രിനാലിനോട് സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അരിത്മിയ ഉണ്ടാകും. ആൻഡ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഫിയോക്രോമോസൈറ്റോമ പോലെയുള്ള അതുമൂലമുള്ള സർജറീസിൽ ഇവ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഐസോഫ്ലൂറൈൻ ദിസ് ക്യാൻ കോസ് പെരിഫറൽ വാസോഡയലറ്റേഷൻ ഉണ്ടാക്കും. പക്ഷെ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് മെയിൻറ്റെയിൻ, ഒരേപോലെ നിലനിർത്തും. ഓക്കെ, ദെൻ ബ്ലഡ് പ്രഷർ അപ്പോൾ താഴുന്നുണ്ട്, പക്ഷെ അതിനൊപ്പം തന്നെ ഹാർട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഹൈപ്പർ ടെൻസീവ് ഇൻഡിവിജ്വലിൽ കുറച്ചൊരു കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ സർജറി ചെയ്യാനായിട്ട് പറ്റും. സോ മയോകാർഡിയൽ ഇൻസഫിഷ്യൻസി അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഇത് ഉപയോഗിക്കാം. ആൻഡ് ഇത് അഡ്രിനാലിനായിട്ട് സെൻസിറ്റൈസ് ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഡസൻ സെൻസിറ്റൈസ്. ആൻഡ് വേറൊരു പ്രശ്നം ഐസോഫ്ലൂറൈനിലുള്ളത്, ഐസോഫ്ലൂറൈൻ കൊറോണറി എന്ന് വെച്ചാൽ ഹൃദയത്തിലുള്ള ബ്ലഡ് വെസലാണ്. ഇപ്പൊ ഇത് ഹൃദയത്തിലാണെങ്കിൽ ഹൃദയത്തിൽ കൂടി പോകുന്ന ബ്ലഡ് വെസൽസിൽ അതിനെ ഡയലേറ്റ് ചെയ്യിക്കും. സോ തിയററ്റിക്കലി ഐസോഫ്ലൂറൈൻ ക്യാൻ കോസ് കൊറോണറി സ്റ്റീൽ ഫിനോമിന എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. ഇത് നമ്മൾ ഇഷ്കീമിക് ഹേർട്ട് ഡിസീസിൽ നമ്മൾ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ബ്ലഡ് സപ്ലൈ ഇങ്ങോട്ടേക്ക് മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ കൊറോണറി സ്റ്റീൽ ഫിനോമിന എന്ന് പറയുക. സോ MI, അഞ്ചൈന ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ഇത് സൂക്ഷിച്ചായിരിക്കും ഉപയോഗിക്കുക. വാട്ട് അബൌട്ട് ഡെസ്ഫ്ലൂറൈൻ റാപ്പിഡ് ഇൻഡക്ഷൻ നടത്തുമ്പോൾ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ, SNS ഇൻക്രീസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ടാക്കി കാർഡിയ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ ദിസ് വൺ, സിയോഫ്ലൂറിൻ ഡസ് നോട്ട് കോസ് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ. സിയോഫ്ലൂറിന് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഇല്ല. BP ഫോൾ, കാർഡിയക് ഡിപ്രഷൻസ് ഇവയൊക്കെ സാധാരണ രീതിയിൽ കുറവാണ്. കുറച്ച് BP ഒക്കെ ഫോൾ ചെയ്തേക്കാം, വളരെ കുറച്ച്. സോ ഡെസ്ഫ്ലൂറൈൻ ആൻഡ് സിയോഫ്ലൂറൈൻ ആണ് കുറേയേറെ കാർഡിയാക് ന്യൂട്രൽ എന്ന് പറയാവുന്നത്. എങ്കിലും സിയോഫ്ലൂറൈൻ ആയിരിക്കും കുറച്ച് കൂടുതൽ. ഇനി നമ്മൾ റെസ്പിറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലോതെയിൻ ക്യാൻ കോസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ.
റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കാം ഹാലോതെയിൻ. ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വി നീഡ് അസിസ്റ്റൻസ് വേണ്ടി വരും. ആൻഡ് ഐസോഫ്ലൂറൈൻ ഇതിനും കുറച്ചുണ്ടാക്കാം, പക്ഷേ ഇതിന്റെ അത്ര ഉണ്ടാകണമെന്നില്ല. ദെൻ സിവോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ, ഓൾ ദീസ് ക്യാൻ കോസ് സം എമൗണ്ട് ഓഫ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. സോ സിമിലർ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ഓഫ് ഐസോഫ്ലൂറൈൻ ആണ് ഇവയ്ക്ക് രണ്ടിനുള്ളത്. ദെൻ ഇതിൽ ഹാലോതെയിൻ ക്യാൻ കോസ് ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാക്കുക. ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് ഹാലോതെയിൻ. സോ അതുകൊണ്ട് ഹാലോതെയിൻ ഈസ് ദ പ്രിഫേർഡ് അനസ്തെറ്റിക് ഇൻ ആസ്മാറ്റിക്സ്. ആസ്മയിൽ സേഫ് ആണ് ഈ ഡ്രഗ്, ആസ്മാറ്റിക്സിൽ സേഫ് ആണ്. സോ ഒരു കാലത്ത് ആസ്മയിൽ ഹാലോതെയിൻ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബട്ട് നൗ ദിസ് വൺ സിവോഫ്ലൂറൈൻ ആണ്. ഇപ്പൊ അമേരിക്കയിലൊന്നും ഹാലോതെയിൻ ഇല്ല. സോ ദേ ആർ യൂസിങ് സിവോഫ്ലൂറൈൻ. സോ ദിസ് ഈസ് ഓൾസോ എ ബ്രോങ്കോ ഡയലേറ്റർ തന്നെയാണ്. സോ ദിസ് ഈസ് ദ നമ്പർ 1 ചോയ്സ് ഫോർ ആസ്മാറ്റിക്സ് ഇൻ വേർ ദിസ് ഹാലോതെയിൻ ഈസ് നോട്ട് അവൈലബിൾ. ഇനി ഐസോഫ്ലൂറൈനും ആൻഡ് ഡെസ്ഫ്ലൂറൈൻ ഇത് രണ്ടും റെസ്പിറേറ്ററി ഓർ എയർവേ ഇറിറ്റന്റ് ആണ്. എയർവേ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഇത് രണ്ടും. കഫിംഗ്, ബ്രോങ്കോസ്പാസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇനി ഹാലോതെയിൻ ക്യാൻ കോസ് ഇൻറ്റസ്റ്റൈനൽ, GIT-യിലും ആൻഡ് ഓൾസോ യൂട്ടറൈൻ റിലാക്സേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും ഹാലോതെയിൻ. സോ യൂട്ടറൈൻ റിലാക്സേഷൻ ഉണ്ടാക്കുന്നതിന് നമുക്ക് ടോക്കോലിറ്റിക് ആക്ഷൻ എന്നാണ് നമ്മൾ പറയും. സോ ഇത് അപ്പോൾ നമുക്ക് സിസേറിയൻ സെക്ഷനിലെ യൂട്രസിന്റെ കൺട്രാക്ഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ ഹാലോതെയിൻ ചെയ്യാൻ പറ്റും. ദെൻ മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസെന്റ മാറ്റാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വെർഷൻ ഡ്യൂറിംഗ് ലേറ്റ് പ്രഗ്നൻസി, കൊച്ചു തിരിഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പണിക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം ഗുണമാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊപ്പം തന്നെ പ്രൊലോങ് ഡെലിവറി പീരീഡ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനും ആൻഡ് പോസ്റ്റ് പാർട്ടൽ ബ്ലഡ് ലോസ് കുറച്ച് കൂട്ടാനായിട്ട് പറ്റും. ഐസോഫ്ലൂറൈൻ ഓൾസോ യൂട്ടറൈൻ ആൻഡ് ഓൾസോ സ്കെൽറ്റൽ മസിൽ റിലാക്സേഷൻ ഈസ് സെയിം ദാറ്റ് ഓഫ് ഹാലോപെരിഡോൾ പോലെ തന്നെയാണ്. ദെൻ അതർ അനസ്തെറ്റിക്സ്, ഇതും നമുക്ക് ഏകദേശം സിമിലർ ആക്ഷൻ ഒക്കെ തന്നെയാണ്. ദെൻ ഓൾ ദീസ് എല്ലാ അനസ്തെറ്റിക്സും ക്യാൻ കോസ് ഡിക്രീസ് റീനൽ ബ്ലഡ് ഫ്ലോ. കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം കുറച്ച് കുറയും. സോ കിഡ്നിയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ GFR കുറയും. യൂറിൻ ഔട്ട്പുട്ട് ഈസ് ഓൾസോ റെഡ്യൂസ്ഡ്. ഇനി ഹാലോതെയിൻ ക്യാൻ കോസ് ഓർ റേസ് ദ ഇൻട്രാക്രേനിയൽ പ്രഷർ ഓർ ടെൻഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഹാലോതെയിൻ. അതിൽ ഏറ്റവും ഉയർത്തുന്നത് ഹാലോതെയിൻ ആണ്. മറ്റുള്ളവയെല്ലാം കുറച്ച് ഉയർത്തിയേക്കാം. സോ നോട്ട് ഗുഡ് ഇൻ ഹെഡ് ഇഞ്ചുറിയിൽ ഇത് കാര്യമായിട്ടുള്ള ഉപയോഗിക്കുന്നില്ല. ആൻഡ് ദിസ് ദ വൺ സിവോഫ്ലൂറൈൻ ക്യാൻ കോസ് ആൻ ഒക്കേഷണൽ സീഷർ ഉണ്ടാക്കാവുന്നത് സിവോഫ്ലൂറൈൻ ആണ്. ആൻഡ് വേറൊരു മരുന്നുണ്ടായിരുന്നു എൻഫ്ലൂറൈൻ എന്ന് പറയുന്ന മരുന്ന്, സീഷേഴ്സ് ഒരുപാട് ഉണ്ടാക്കുന്നതായിരുന്നു, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ദെൻ ദിസ് വൺ ഐസോ ആൻഡ് ഡെസ്ഫ്ലൂറൈൻ, ഇതിന് സീഷർ പ്രൊവോക്കേഷൻ ആക്ടിവിറ്റി കുറവാണ്. സോ ദിസ് ഹാസ് നോ സീഷർ പ്രൊവോക്കേറ്റിംഗ് ആക്ടിവിറ്റി. ദെൻ സാധാരണ അനസ്തെറ്റിക്സ് ഒന്നും തന്നെ മെറ്റബോളിസം കുറവാണ് ലിവറിൽ. കാരണം നമ്മൾ വലിച്ചെടുക്കുന്നു അല്ലേ, വി ആർ ടോക്കിംഗ് അബൌട്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്, മൂക്കി കൂടി തന്നെ കളയാണ്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഹാലോതെയിൻ ആണ്. ഹാലോതെയിന് 20% ലിവറിൽ മെറ്റബോളിസം ഉണ്ട്. മറ്റുള്ളവയ്ക്ക് കാര്യമായിട്ടുള്ള മെറ്റബോളിസം ഇല്ല. അതിൽ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളത് ഇച്ചിരി കൂടുതൽ 2 to 5% ഉള്ളത് സിവോഫ്ലൂറൈൻ ആണ്. ആൻഡ് ഏറ്റവും കുറവ് മെറ്റബോളിസം ഇൻ ലിവർ ഏതാണെന്ന് വെച്ചാൽ 0.04% വരുന്ന ഡെസ്ഫ്ലൂറൈൻ ആണ്. ആൻഡ് ഹാലോതെയിൻ ലിവറിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദിസ് കോൾഡ് ആസ് ഹെപ്പറ്റൈറ്റിസ് ഓർ ദിസ് കോൾഡ് ആസ് ഫൾമിനന്റ് ഹെപ്പാറ്റിക് നെക്രോസിസ് ഉണ്ടാക്കാൻ പറ്റും. സോ ദിസ് ക്യാൻ കോസ് ഫൾമിനന്റ് ഹെപ്പാറ്റിക് നെക്രോസിസ്. ഒരു 1 in 10,000 ആൾക്കാരിലൊക്കെ മുകളിൽ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും എല്ലാം ഉണ്ടാക്കുക, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്താലോ കൂടുതൽ ഡോസിൽ കൊടുക്കുമ്പോഴോ പല തവണകൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഉണ്ടാവുക. ദെൻ ഐസോഫ്ലൂറൈൻ ഇതിനൊന്നും ആ പ്രശ്നം ഇല്ല, ഹെപ്പറ്റൈറ്റിസ് ഇല്ല. സോ ദിസ് ഇസ് ദ വൺ വിച്ച് ക്യാൻ കോസ് ഹെപ്പറ്റൈറ്റിസ്. ഇനി ഹാലോതെയിൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റയർ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ദാറ്റ് ഈസ് റയാനോഡിൻ റിസപ്റ്റർ 1, അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. അങ്ങനെയുള്ള ആ റിസപ്റ്ററിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ കോസ് മലിഗ്നന്റ് ഹൈപ്പർതെർമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ വിത്ത് സക്സിനാൽകൊളിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ചാൻസ് കൂടുതൽ പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. സോ മലിഗ്നന്റ് ഹൈപ്പർതെർമിയ നമ്മൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൂൾ ചെയ്യണം. ആളെ കൂളിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദെൻ വി ക്യാൻ ഗിവ് ബൈകാർബണേറ്റ് കൊടുക്കാം. ദെൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് ഡാൻട്രോലിൻ ആണ്. ദെൻ 100% ഓക്സിജൻ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, ദെൻ ഹാലോതെയിൻ ഈസ് നോൺ എക്സ്പ്ലോസീവ് ആണ്. ഹാലോതെയിൻ മാത്രമല്ല, എല്ലാം തന്നെ നോൺ എക്സ്പ്ലോസീവ് ആണ്. ഐസോഫ്ലൂറൈൻ നോൺ എക്സ്പ്ലോസീവ് ആണ്. എല്ലാത്തിനും സ്പെഷ്യൽ വേപ്പറൈസേഴ്സ് വേണമെന്ന് പറഞ്ഞു. ആൻഡ് സിവോഫ്ലൂറൈൻ നമുക്ക് ഒരു എന്താ പറയാ ഫുള്ളി ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഹാലോതെയിൻ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വി വിൽ ആഡ് എ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ ചേർക്കുക തൈമോൾ എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്ത് വെക്കാറുണ്ട്. ബിക്കോസ് ഹാലോതെയിൻ ഈസ്
ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അത് എംബർ കളർഡ് ബോട്ടിൽസിലൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. സാധാരണ നമ്മൾ ഹാലോത്തേൻ ഉപയോഗിക്കുന്നത് റെഡ് കളർ ആയിട്ടുള്ള ബോട്ടിൽ അല്ലെങ്കിൽ സിലിണ്ടറിലാണ് നമ്മൾ ഹാലോത്തേൻ സൂക്ഷിക്കുക. ഐസോഫ്ലൂറൈൻ നമ്മൾ വെക്കുക പർപ്പിൾ കളർ ആയിട്ടുള്ള സിലിണ്ടർ ആയിരിക്കും. ഡെസ്ഫ്ലൂറൈൻ നമ്മൾ വെക്കുക സാധാരണ ബ്ലൂ കളറിലായിരിക്കും. ആൻഡ് സിവോഫ്ലൂറൈൻ വി യൂസ് ഇൻ യെല്ലോ കളറിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുക. ആൻഡ് ഈ സിവോഫ്ലൂറൈൻ നമ്മൾ പക്ഷെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഇത് ഇറ്റ് ക്യാൻ അണ്ടർഗോ സം എക്സോതെർമിക് റിയാക്ഷൻസ് ഉണ്ടായിട്ട് അത് എക്സ്പ്ലോസീവ് ഫയർ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതും ശ്രദ്ധിക്കണം. ദെൻ ക്ലോസ് സർക്യൂട്ടിൽ സോഡ ലൈമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് എ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ആൻഡ് കോമ്പൗണ്ട് എ ഈസ് കോൾഡ് നെഫ്രോടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് കോമ്പൗണ്ട് എ. സോ ഇത് സിവോഫ്ലൂറൈനെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പോസ്റ്റ് അനസ്തെറ്റിക് ഷിവറിംഗ്, നൗസിയ, വോമിറ്റിംഗ്. സോ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉള്ളത് ഹാലോതെയ്ൻ ആണ്. ആൻഡ് ഓൾസോ സൈക്കോമോട്ടോർ പെർഫോമൻസ്, മെന്റൽ ആക്ടിവിറ്റി. സോ ഇതെല്ലാം തിരിച്ചു വരാനായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് ദീർഘനേരം, ഒരുപാട് നേരം, അല്ലെങ്കിൽ ഇതെല്ലാം തടസ്സപ്പെടാനായിട്ടുള്ള ചാൻസ് കൂടുതൽ ഹാലോതെയ്ൻ ആണ്. ആൻഡ് ഐസോഫ്ലൂറൈൻ ഒക്കെ അത് കുറവാണ്. സോ ഈ നൗസിയ, വോമിറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഐസോഫ്ലൂറൈന് കുറവാണ്. ആൻഡ് ഡെസ്ഫ്ലൂറൈൻ ആൻഡ് ഓൾസോ സിയോഫ്ലൂറൈൻ വളരെയധികം കുറവാണ്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞു റിക്കവറി ഈസ് ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ആണ് റിക്കവറി, രണ്ടിന്റെയും ഫാസ്റ്റ് ആണ്. സോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹാലോതെയ്ൻ ആകെ ഒരു ഗുണം ഉണ്ടായിരുന്നത് ആസ്മാറ്റിക്സിലായിരുന്നു. ആസ്മാറ്റിക്സിൽ ഇത് സേഫ് ആണ്. പക്ഷേ ആസ്മാറ്റിക്സിൽ ഇപ്പോൾ സിവോഫ്ലൂറൈൻ ഉണ്ട്. പക്ഷേ സിവോഫ്ലൂറൈൻ വിലയൊക്കെ കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും പല രാജ്യങ്ങളിലും ഹാലോതെയ്ൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ദെൻ ഐസോഫ്ലൂറൈൻ ആണ് ഏറ്റവും അധികം മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐസോഫ്ലൂറൈൻ ആണ്. പക്ഷെ അതിന്റെ ഇൻഡക്ഷൻ അത്ര നല്ലതല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഡെസ്ഫ്ലൂറൈൻ ഈസ് ഓൾസോ ഫാസ്റ്റ് റിക്കവറി ഒക്കെയാണ്, പെട്ടെന്ന് ഉപയോഗിക്കാം, ഔട്ട് പേഷ്യന്റിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇൻഡക്ഷൻ അതിന്റെ ടേസ്റ്റും റെസ്പിറേറ്ററി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പോരാ. പക്ഷെ സിയോഫ്ലൂറൈൻ ഈസ് ദ ബെസ്റ്റ് എല്ലാ കേസിലും. കാരണം ഇൻഡക്ഷൻ ഫാസ്റ്റ് ആണ്, റിക്കവറി ഫാസ്റ്റ് ആണ്, സ്വീറ്റ് സ്മെൽ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ദിസ് ഈസ് കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ നമുക്ക് ഉപയോഗത്തിലില്ലാത്ത പഴയ വോളറ്റൈൽ ലിക്വിഡ് അനസ്തെറ്റിക്സിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലോറോഫോം ആയിരുന്നു ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവം. 1850കളിൽ ക്വീൻ വിക്ടോറിയയിലൊക്കെ ഉപയോഗിച്ച സംഭവമാണ്. പക്ഷെ UV ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടാക്കാം. ആൻഡ് ഓൾസോ ദിസ് ഇസ് ടോക്സിറ്റി, ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം, ദെൻ കാർഡിയോടോക്സിറ്റി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈവൻ ക്യാൻസർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. സോ ഇറ്റ്സ് നോട്ട് യൂസ്ഡ്. ക്ലോറോഫോം ഉപയോഗത്തിലില്ല. ദെൻ ട്രൈലീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ട്രൈലീൻ അതിനും ടോക്സിറ്റി ഉണ്ട്. ഓക്കെ, ട്രൈലീൻ ഉപയോഗത്തിലില്ല. അതിൽ നിന്നും ഫോസ്ജീൻ ഉണ്ടാകാം. ദെൻ ഡൈക്ലോറോഎത്തിലീൻ എന്ന് പറയുന്ന സാധനം ടോക്സിറ്റി ഉണ്ടാക്കാം. പിന്നെ വന്നത് സൈക്ലോപ്രോപ്പൈൻ ആണ്. സൈക്ലോപ്രോപ്പൈൻ നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് ഷോക്കിലായിരുന്നു. ഷോക്ക് മീൻസ് സർക്കുലേറ്ററി കൊളാപ്സിൽ ഇത് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് ഉപയോഗിച്ചിരുന്നു. സോ ദറ്റ് ക്യാൻ ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. പക്ഷേ സൈക്ലോപ്രോപ്പൈൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ കോസ് ദിസ് സൈക്ലോപ്രോപ്പൈൻ ഷോക്ക് സഡൻ ബിക്കോസ് ഓഫ് സഡൻ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ സൈക്ലോപ്രോപ്പൈൻ്റെ വേറെ പ്രശ്നം ഇറ്റ് ഈസ് ഇൻഫ്ലമബിൾ ആയിരുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് എക്സ്പ്ലോസീവ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ ഉള്ളത് എൻഫ്ലൂറൈൻ ആയിരുന്നു. എൻഫ്ലൂറൈൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എപ്പിലെപ്സി ഓർ സീഷർ ത്രഷോൾഡ് കുറയ്ക്കും. സീഷർ ത്രഷോൾഡ് കുറച്ച് കഴിഞ്ഞാൽ സീഷേഴ്സിനുള്ള ചാൻസ് കൂടുതലാകും. ആൻഡ് ഓൾസോ ദിസ് വാസ് നെഫ്രോടോക്സിക് ആയിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് യൂസ്, ഇറ്റ് ഈസ് നോട്ട് യൂസ് നൗ. ദെൻ പിന്നെ ഉള്ളത് മെത്തോക്സിഫ്ലൂറൈൻ എന്ന് പറയുന്നതാണ്. അതിനും ഒരുപാട് ടോക്സിറ്റി ഉണ്ട്. മോസ്റ്റ് പൊട്ടന്റ് ഇതായിരുന്നു. പക്ഷേ ടോക്സിറ്റി ഉള്ളതുകൊണ്ട് ഇതും ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് volatile liquid anesthetics. Thank you for patient listening.